ഈ ഹൈക്കോടതിയിലെ ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ സഞ്ചരിച്ചിരുന്ന ഔദ്യോഗിക വാഹനം റോഡിലെ കുഴിയിൽ വീണ് അപകടത്തിൽപ്പെട്ടു. തൃശൂർ കുന്നംകുളം റോഡിലെ മുണ്ടൂരിലാണ് അപകടമുണ്ടായത്. കാറിന്റെ മുൻവശത്തെ ഇടത് ടയർ പൊട്ടിയതാണ് അപകടത്തിന് കാരണമായത്. അശ്വിൻ പാലാഴി വിവരങ്ങളുമായി. അശ്വിൻ, വേറെ കുഴപ്പങ്ങളൊന്നും സംഭവിച്ചിട്ടില്ലെന്ന് കരുതുന്നു. വിശദാംശങ്ങൾ. അനുജ, ഇന്ന് വൈകുന്നേരമാണ് മുണ്ടൂരിൽ വെച്ച് ഈ അപകടം ഉണ്ടാകുന്നത്. അപകടം ഉണ്ടായപ്പോൾ തന്നെ ആളുകൾ കൂടി. അവിടെ ഉണ്ടായിരുന്ന ആളുകളോട് ദേവൻ രാമചന്ദ്രൻ പറഞ്ഞൊരു വാക്കുണ്ട്, തലനാരിഴയ്ക്കാണ് രക്ഷപ്പെട്ടത് എന്ന്. എന്തായാലും ഈ പാലക്കാട് നിന്നൊരു പരിപാടി കഴിഞ്ഞ്, ഔദ്യോഗിക പരിപാടി കഴിഞ്ഞ് തിരികെ കൊച്ചിയിലേക്ക് പോകും വഴിയാണ് സംഭവം ഉണ്ടാകുന്നത്. പലകുറി അവിടെ പ്രതിഷേധങ്ങൾ ഉണ്ടായിരുന്നു. ഈ മുണ്ടൂർ തൃശൂർ കുന്നംകുളം റോഡിന്റെ അപകടാവസ്ഥയെക്കുറിച്ച് അത് പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് നിരന്തരമായ പ്രതിഷേധം ഉയരുന്ന സ്ഥലം കൂടിയാണ്. ആ പ്രതിഷേധങ്ങളെ തുടർന്ന് റോഡിന്റെ ചില ഭാഗങ്ങളിൽ അറ്റകുറ്റപ്പണി നടത്തിയിട്ടുണ്ടെങ്കിലും റോഡിന്റെ മൊത്തത്തിലുള്ള അവസ്ഥ ഇപ്പോഴും ശോചനീയമാണ്. ആ റോഡിലാണ് ഇപ്പോൾ ഹൈക്കോടതിയുടെ ഒരു ജസ്റ്റിസിന് തന്നെ ഇങ്ങനെ ഒരു അപകടം ഉണ്ടാകുന്നത് എന്നുള്ളതാണ് ഏറ്റവും എടുത്തു പറയേണ്ട കാര്യം. എന്തായാലും പോലീസ് എത്തി, പേരാവൂരിൽ നിന്ന് പോലീസ് എത്തി വാഹനത്തിന്റെ പ്രശ്നങ്ങൾ പരിഹരിച്ച് ടയർ മാറ്റി ദേവൻ രാമചന്ദ്രൻ അതേ വാഹനത്തിൽ തന്നെ കൊച്ചിയിലേക്ക് യാത്ര തുടരുകയും ചെയ്തിട്ടുണ്ട്. അനുജ, ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ സഞ്ചരിച്ചിരുന്ന ഔദ്യോഗിക വാഹനമാണ് റോഡിലെ കുഴിയിൽ വീണ് അപകടത്തിൽപ്പെട്ടത്. ഇതിനോടകം തന്നെ പലകുറി വാർത്തകളിൽ ഇടം നേടിയിട്ടുള്ള തൃശൂർ കുന്നംകുളം റോഡിലെ മുണ്ടൂരിലാണ് അപകടമുണ്ടായത്. ടയർ പൊട്ടിയാണ് അപകടമുണ്ടായത്.